ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നഴ്സറി അഥവാ അംഗൻവാടിയിലെ പ്രവേശനോത്സവമായിരുന്നല്ലോ. അപ്പോൾ കരഞ്ഞും സന്തോഷത്തോടെയൊക്കെ ഒരുപാട് കുട്ടികൾ ഇന്ന് നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. നമ്മളടക്കം പോയപ്പോഴും അങ്ങനെ ഇതുപോലെ തന്നെയായിരുന്നല്ലോ. കരഞ്ഞും സന്തോഷത്തോടൊക്കെയാണ് പോയത്. ആദ്യ 2 ദിവസം കരച്ചിലൊക്കെ നല്ല രീതിയിൽ കാണും. പിന്നെ പതിയെ പതിയെ ആ കരച്ചിലൊക്കെ മാറും. ടീച്ചറുമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചും മിണ്ടിയും പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ആ കരച്ചിലൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും പിന്നെ പോകുന്നത്. ഇന്ന് ഈ പ്രവേശനോത്സവ വാർത്ത കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ശംഖു എന്ന് പറയുന്ന കൊച്ചു മിടുക്കൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ. നിങ്ങളടക്കം എല്ലാവരും കണ്ടു കാണും. എന്താ, അയാൾക്ക് ഉപ്പുമാവ് വേണ്ട, പൊരിച്ച കോഴിയും ബിരിയാണിയും വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ശംഖുവിന്റെ അമ്മ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യം ശംഖു ആവശ്യപ്പെട്ടപ്പോ അതിന്റെ ഭരണാധികാരികൾ അത് കാണുകയും അവര് തന്നെ അതൊരു മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കത് പരിഗണിക്കാം എന്ന തരത്തില്. അപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കൊടുക്കാം എന്ന രീതിക്ക് വാർത്ത വരികയുണ്ടായി. ഇത് ഞാൻ പറയുന്നത് എന്റെ കുഞ്ഞമ്മയും, അതായത് ഞാൻ കൊച്ചുമ്മ എന്നാണ് വിളിക്കുന്നത്, അവരും ഒരു നഴ്സറി ടീച്ചറാണ്. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, ഇപ്പൊ എന്താ പിള്ളേർക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ടോന്ന്. ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ബിരിയാണി അരിയല്ല, പക്ഷെ റേഷൻ അരിയാണെന്ന് മാത്രം കേട്ടോ അവിടെ ഒരു വ്യത്യാസം ഉള്ളത്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് എന്താ ഉണ്ടായിരുന്നത്, ഉച്ചയ്ക്ക് പയറും കഞ്ഞിയും, അതുപോലെ വൈകുന്നേരത്താണെങ്കിൽ ചോള ഉപ്പുമാവ്. ആ ചോള ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഒക്കെ ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പൊ വിചാരിക്കുമ്പോഴത്തേന് ആ ഒരു മണവും ടേസ്റ്റ് ഒക്കെ വിചാരിക്കുമ്പോൾ വായിൽ വെള്ളം വരാറുണ്ട്. അപ്പൊ ഇന്നും ഞാനൊരു ആ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ, എങ്ങനെയാണ് ആ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ പിള്ളേർക്ക് കാലം മാറി അവർക്ക് പോഷകാഹാരങ്ങളാണ് കൊടുക്കുന്നത്. പാല്, മുട്ട, പിന്നെ അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളില് പായസം, അത് എന്താ തേങ്ങാപ്പാൽ ഒഴിച്ചു അങ്ങനെ എന്തൊക്കെയാണ് പായസം, ബിരിയാണി ആഴ്ചയിൽ ഒരു ദിവസം, അങ്ങനെ എല്ലാ രീതിക്കും പിള്ളേർക്ക് നല്ല പോഷകാഹാരങ്ങളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് പറയുന്ന കേട്ടു പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ. പക്ഷെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പോഷകാഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഇതൊരു പറയുന്നത് കേട്ടോ. അവര് തുടർന്നും ഇതുപോലെയുള്ള നല്ല രീതിക്കുള്ള ആഹാരവും ഫുഡുകളൊക്കെ പിള്ളേർക്കൊക്കെ കൊടുത്താൽ മതി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ.